പാകിസ്ഥാനി ഭീകരവാദികളുടെ കടന്നുകയറ്റത്തിന് വീരോജ്വലമായ മറുപടി നൽകി നാടിന്റെ മാനം കാത്ത വീരജവാന്മാരുടെ സ്മാരകത്തിലെത്തുന്ന ഈ യാത്ര അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സത്രക്കടവിൽ മഹാത്മാഗാന്ധിജിയുടെ ആറന്മുള സന്ദർശനവും സാമൂഹിക പരിഷ്കർത്താവായ ശ്രീ കുറുമ്പൻ ദൈവത്താനെയും അനുസ്മരിച്ചുകൊണ്ട് തിരുവാറന്മുളയപ്പന് തിരുവോണ വിഭവങ്ങളുമായി വരുന്ന തിരുവോണത്തോണിയും സന്ദർശിച്ചുകൊണ്ട് ഈ യാത്ര ഇതാ കടന്നു വരുന്നു. കൊന്നു തിരുവാറന്മുളയപ്പൻ കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയും അദ്ദേഹം 120 വർഷം മുമ്പ് ഈ നാട്ടില് ജനിച്ചു വളർന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാത്മാക്കളിൽ ഒരു ഏറ്റവും ഉപരിയായിരിക്കുന്ന ദിവ്യനം നമ്മൾ സാധാരണക്കാർ കാണുന്ന പോലെ രണ്ട് കണ്ണ്, ചെവി, മൂക്ക്, കയ്യ്, കാല് ഒക്കെ മനുഷ്യർക്കുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന സംഭവം. ആളുകളെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഒരു രീതി കാണുന്നു. പക്ഷേ വിശദാനന്ദ സ്വാമി അതിലൊക്കെ എത്രയോ ഉപരി ഈശ്വരൻ, പ്രത്യക്ഷ ഈശ്വരനായിരുന്നു അദ്ദേഹം. അതായത് വിവേകാനന്ദ സ്വാമി കേരളത്തില് പരിപാലനായൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കേരളത്തിൽ വരികയും കേരളത്തിലെ മുഴുവൻ ആളുകളെ ഭ്രാന്തന്മാരെ എന്ന് വിളിച്ച് സ്വാമി വിളിക്കുന്നു. വിളിച്ചിട്ട് വെറുതെ പോകുമല്ല സ്വാമി ചെയ്യുന്നത്. നേരെ കന്യാകുമാരിയിലേക്ക് പോയി അവിടെ വെച്ച് അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം ഹിമാലയ സാനുകളിലേക്കാണ് നേരെ പോകുന്നത്. അങ്ങനെ ഹിമാലയ സാനുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പോകാനുള്ള കാരണം ഇവിടെ വെച്ച് വെറുതെ ഭ്രാന്തന്മാരെ വിളിച്ചിട്ട് കാരണം എന്താണ്? അന്ന് കേരളത്തിലെ ഭ്രാന്തം എന്ന് നമുക്കറിയാം. മനുഷ്യനെ മാനുഷിക മൂല്യം വിട്ട് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെ ഒക്കെ പേരിൽ അങ്ങനെ വ്യത്യസ്തത കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാമിജി അങ്ങനെ വിളിക്കേണ്ട വന്നത്. എന്തായാലും ഇവിടെ പോയി ഹിമാലയ സാനുകളിൽ തപസ് മുഴുകി കഴിഞ്ഞിരുന്ന തുളസി മഹാരാജ് എന്നറിയപ്പെടുന്ന നിർമ്മലാനന്ദ സ്വാമി, പലർക്കും നിർമ്മലാനന്ദ സ്വാമി അറിയത്തില്ല. നിർമ്മലാനന്ദഗിരി ആണ് ഇന്നത്തെ ആളുകൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത്. നിർമ്മലാനന്ദ സ്വാമി അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന്റെ നേരെ ശിഷ്യനാണ്. അദ്ദേഹം ഹിമാലയ സാനുകളിൽ തപസ് രക്ഷിക്കാനുള്ള കാരണം ശ്രീരാമകൃഷ്ണദേവന് ഇവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ സമാധിക്ക് ശേഷം അവതാര വരിച്ചനാണ് ശ്രീരാമകൃഷ്ണദേവൻ. നമുക്കറിയില്ല. ചുരുക്കി പറയാൻ എനിക്ക് 10 മിനിറ്റാണ് തന്നിരിക്കുന്നത്. ഈ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇത് പറയും എനിക്കറിയില്ല. എന്നോർക്കുള്ളൂ. അപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ സമാധിക്ക് ശേഷം ആ വരാഹ നഗരത്തിലെ ഒരു 2 നില കെട്ടിടം അതിന്റെ അടിയൊക്കെ കാട് പിടിച്ചെടുക്കുക. മുകളിലുള്ള ആ അവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ 17 ശിഷ്യന്മാര് ഒന്നിച്ച് തപസ് രക്ഷിക്കുന്നു. അവരും മിക്കവാറും ശരീരം പോലെ ഇല്ലാതെ സമാധി അവസ്ഥയിലാണ്. ആ കാലഘട്ടത്തില് തുളസി മഹാരാജ് എന്ന് പറയുന്ന നിർമ്മലാനന്ദ സ്വാമിയാണ് ഭിക്ഷ എടുത്തുകൊണ്ട് വന്ന് അത് പാകം ചെയ്ത് ഓരോരുത്തരുടെ വായിൽ ഇട്ടുകൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ 17 പേർക്ക് കൂടി ഒരു മുണ്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം കൗബീധാരികളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആ നിർമ്മലാനന്ദ സ്വാമി ഇവരെല്ലാം സമാധി ഉണർന്ന് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച സമയത്ത് സ്വാമി തപസ്സിന് പോയി. അങ്ങനെ അദ്ദേഹം തപസ്സിൽ മുഴുകി കഴിഞ്ഞിരുന്ന അവിടെയാണ് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് വിളിച്ചുയർത്തി. നമുക്ക് ആത്മനെ മോക്ഷാർത്ഥ ജഗദ്ഗതായത് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതായത് ഈ മണത്തികൾക്ക് തുല്യമായ സിദ്ധപുരുഷന്മാരുടെ ഈ പുണ്യഭൂമിയിൽ ഇതുകൊണ്ട് തപസ് ചെയ്യുന്ന ധാരാളം. നമുക്ക് അതല്ല വേണ്ടത്. ഈ ഭാരതത്തിലുള്ള 30 കോടി കൂടുതലുള്ള ആളുകള് പട്ടിണിയിലും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും കിടക്കുന്ന സമയത്ത് നമുക്ക് മോക്ഷം വേണ്ട എഴുന്നേക്കൂ. സാധാരണക്കാരിലേക്ക് ഇവിടുത്തെ വേദോപനിഷത്ത് ഇതിഹാസ പുരാണൊക്കെ, അതായത് ഒരു സമ്പ്രദായത്തിൽപ്പെട്ടിരിക്കുന്ന വേദോപനിഷത്തിന്റെ അടുത്ത് സാധാരണക്കാരിലേക്ക് എറിഞ്ഞു കൊടുക്കൂ, അവരുടെ അന്ധത അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ സ്വാമി അവരെ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് വന്ന് ഹരിപ്പാട് 1911 ഹരിപ്പാട് വന്ന് അദ്ദേഹം ആശ്രമം തുടങ്ങി.
ആ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധാനന്ദ സ്വാമി 1905 ഡിസംബർ 10 ആണ് അദ്ദേഹം പൂയം നക്ഷത്രത്തില് ഈ ഭൂമിയില് ഈ അദ്ദേഹത്തിന്റെ പാദം കൊണ്ട് പവിത്രമായിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ അദ്ദേഹം പൂജാതനായിരുന്നു. അപ്പൊ അങ്ങനെ ആ വിശുദ്ധാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ അച്ഛനെ അറിയാം, മാധവപിള്ള, അതുപോലെ അമ്മുക്കുട്ടി അമ്മ, അവരുടെ മകനാണ്. അങ്ങനെ 3 സന്താനങ്ങളിൽ അതിലിളയ ആളാണ് ഈ രാഘവ പിള്ള എന്നറിയപ്പെടുന്ന അദ്ദേഹം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ സബ് എഞ്ചിനീയറായിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നു. 22ാമത്തെ വയസ്സിൽ, അല്ല 22ാമത്തെ വയസ്സിൽ, അതായത് 1927 അദ്ദേഹം നിർമ്മലാനന്ദ സ്വാമിയായിട്ട് കണ്ടുമുട്ടി. അങ്ങനെ നിർമ്മലാനന്ദ സ്വാമി അവിടെ ചെല്ലുന്ന ഒരു കാലഘട്ടം കൊണ്ട് അതൊക്കെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒറ്റപ്പാലം നിളാനദിയുടെ തീരത്ത് അദ്ദേഹം ചെന്ന് കിടക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ നിർമ്മലാനന്ദ സ്വാമി കുളിക്കാൻ വരുന്ന സമയത്ത് അവിടെ കിടക്കുന്നവരാണ്. ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അന്ന് പകൽ ആശുപത്രി ചെന്നിരുന്നു. പറഞ്ഞു ഇവിടെ അങ്ങനെ ആശുപത്രി എല്ലാവരെയും ഒന്നും ചേർന്നെടുക്കുന്നില്ല, അതുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെളുപ്പിന് അവിടെ പോയി കിടക്കുന്നു. അപ്പോൾ ചോദിച്ചു എന്താ ഇവിടെ കിടക്കുന്നത് ചോദിച്ചു. പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ആശ്രമങ്ങളിൽ വന്നാൽ അവിടെ കിടന്നിട്ടില്ല, പിന്നെ എവിടെയെങ്കിലും ആധ്യാത്മിക ജീവികൾക്ക് കിടക്കേണ്ടി വരും. അങ്ങനെ അദ്ദേഹത്തിന് മൂല്യമുണ്ടെന്ന് മനസ്സിലായി. നിർമ്മലാനന്ദ സ്വാമി കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വീണ്ടും ബാംഗ്ലൂർ ആശ്രമത്തിലേക്ക് എത്തിച്ചു. അവിടെ ഏതാണ്ട് നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തി. ഏതാണ്ടൊരു 35 കാലഘട്ടത്തിലാണ് വീണ്ടും സ്വാമി ഒറ്റപ്പാലത്തേക്ക് വരുന്നത്. 1939 നിർമ്മലാനന്ദ സ്വാമി സമാധിയാവുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ആശ്രമത്തിന്റെ ഉത്തരവാദിത്തത്തെ നിർമ്മലാനന്ദ സ്വാമി വിശുദ്ധാനന്ദ സ്വാമിയെ വിളിച്ചുകൊണ്ട് വന്നത്. അദ്ദേഹം തപസ്സിൽ മുഴുകി കഴിയുന്ന ആളാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നാണ് അദ്ദേഹത്തിക്കുന്നൊക്കെ ഒരു സാമാന്യ ഒരു ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട്. ആ വിശുദ്ധാനന്ദ സ്വാമി അദ്ദേഹം അധ്യാത്മത്തിന്റെ ഏറ്റവും ഉന്നത മണ്ഡലത്തിൽ വിരാജിച്ചിരുന്ന ആളായിരുന്നു. അതായത് നമ്മൾ സാധാരണക്കാർ കാണുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അതായത് യേശു ക്രിസ്തു, അതുപോലെ തന്നെ മുഹമ്മദ് നബി, ശ്രീകൃഷ്ണ ഭഗവാന്, അതുപോലെ ദേവി, ഇവരെയൊക്കെ നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കാനും അങ്ങനെയുള്ള വൈകുണ്ഠം, കൈലാസം, അങ്ങനെയുള്ള ധാമങ്ങളിൽ അദ്ദേഹത്തിന് സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കാനൊക്കെ ശേഷിയുണ്ടായിരുന്നു. അതൊക്കെ സ്വാമിയുടെ അദ്ദേഹത്തെ ദിവ്യവാണികൾ എന്ന് പറയുന്ന ബുക്കിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങനെ അതിനകത്ത് തന്നെ ഇപ്പൊ അതിനകത്ത് സ്വാമിജി രാമകൃഷ്ണ ആശ്രമത്തിലെ ആളുകൾ ആരും തന്നെ സിദ്ധിയൊന്നും കാണിക്കാറില്ല. പക്ഷേ അറിയാതെ ചില സിദ്ധികൾ പ്രവർത്തിക്കേണ്ട ചില അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വിശുദ്ധാനന്ദ സ്വാമിയെ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കല് ആശ്രമത്തില് ഒരു ചെറിയ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആരുടെ ഒരു മോതിരം കാണാതെ പോയ സമയത്ത് സ്വാമിയുടെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, സ്വാമി എന്റെ മോതിരം കാണുന്നില്ല. അപ്പൊ സ്വാമിക്ക് എല്ലാ 18 സിദ്ധികളും സഹായത്താണ് അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിർവികൽപ്പ സമാധിയുടെ ഉന്നത മണ്ഡലത്തില് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ എത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഈ മോതിരം എടുത്ത ആളെ വിളിച്ചു. ആ മോതിരം അങ്ങ് കൊടുത്തപ്പോൾ ഒരു സാധനങ്ങളില്ല. അപ്പൊ എനിക്ക് പറഞ്ഞിട്ട് കൊടുത്തില്ല. അപ്പോഴല്ല ഞാൻ എടുത്തിട്ടില്ല സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി ഒന്നും കിട്ടിയില്ല, അങ്ങ് പോയി. ഇവര് ഈ മോതിരം പോയ ആളെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് വീണ്ടും കൊല്ലാപ്പുണ്ടായി. അവരെ തിരിച്ചു പറഞ്ഞു വിട്ടു, നീ ഇവിടെ വീട്ടിൽ കയറണ്ട, വയ്ക്കൂ എന്ന് പറഞ്ഞ് സ്വാമിയുടെ അടുത്തേക്ക് വീണ്ടും പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സ്വാമി എന്റെ അടുത്തോട് കരുതും കരടിച്ച് കഴിഞ്ഞപ്പോ സ്വാമി ഒരു കാര്യം അപ്പൊ കാന്താരിമുളക് ഉണങ്ങാനിട്ടിട്ടുണ്ട്. ആ മുളക് 2 കൈ വാരി കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ അരച്ചോണ്ട് എന്ന് പറഞ്ഞ് സംഗീതങ്ങൾ കൊടുത്തു. സ്വാമി ഇവരെ ഈ മുളക് മുഴുവൻ അരച്ചോണ്ട് വന്നപ്പോൾ സ്വാമി ആ മുളക് അതേപടിയൊക്കെ വിഴുകി. ഈ മുളക് വിഴുകി കഴിഞ്ഞപ്പോൾ ഈ മൂലരെടുത്ത ആളിന് അത് അവർക്ക് പോകാൻ തുടങ്ങി. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവര് കൂടി ഒന്ന് സ്വാമിയുടെ കാൽക്കൽ വീഴുന്ന സ്വാമി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മോതിരം കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ ചെറിയൊരു സംഭവമാണ്. അന്ന് ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചിരിക്കണം. ഒരിക്കലും ശിഷ്യന്മാരെ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണെന്ന് പറയാറില്ല. വീണ്ടും വേറൊരു അവസ്ഥയിലുണ്ട്. അതായത് ഒറ്റപ്പാലം ആശ്രമത്തിന്റെ തൊട്ട് പരിസരത്ത് മുസ്ലിം കുടുംബങ്ങളും ധാരാളം ഉണ്ട്. അപ്പൊ സ്വാമി മൂത്രം ഒഴിക്കാനായിട്ട് ശൗചം ചെയ്യാൻ വെള്ളമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ അടുത്ത വീട്ടിൽ നിന്ന് കരച്ചിൽ കിട്ടും. കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പം വലിയ ഭായിന്റെ സ്വാമിയെ കണ്ടുകൊണ്ട് എന്റെ സ്വാമി ഒരേ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇവര് വന്ന് ഭയങ്കര കരച്ചിൽ. ആ സ്വാമിയെ കയറി ചെന്നിട്ട് ഈ ശൗചം ചെയ്യാൻ ഉണ്ടായ വെള്ളം എടുത്ത് ഇതിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. ഏറ്റുപെടാമോ ഏൽപ്പിച്ചിട്ടു. അപ്പൊ അത്രയും ഉപരിയായിരുന്നു, വൈഭവം ഉണ്ടായിരുന്ന ആരായിരുന്നു വിശുദ്ധാനന്ദ സ്വാമി. അങ്ങനെ സിദ്ധിയെക്കുറിച്ച് സിദ്ധിയല്ല എങ്കിലും പിന്നെ വീണ്ടും നോക്കും. എന്റെ ഗുരുനാഥൻ നിരുപമാനന്ദ സ്വാമി ചേട്ടനൊക്കെ വളരെ അറിയാവുന്ന ആളാണ്. നിരുപമാനന്ദ സ്വാമി ഈ ഭാഗവതം കിളിപ്പാട്ട് ഭാഗവതം ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ പ്രചരിപ്പിച്ച മഹാത്മാവാണ്. അദ്ദേഹത്തിന് ഒറ്റപ്പാല ആശ്രമത്തിൽ നിർമ്മലാനന്ദ സ്വാമിയുടെ സമാധി പീഠത്തിൽ എഴുതി സന്യാസം കൊടുത്തു. ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ അവിടെ ഇരുത്തി.
അങ്ങനെ ഒറ്റ സ്പർശനത്തിലൂടെ സ്വാമി പറയാ 3 ദിവസം അവിടെ ഇരുന്നതിന് ശേഷമാണ് തിരുവുമാന സ്വാമി അവിടെ എഴുന്നേറ്റ് വീഴുന്നത്. ആ ലക്ഷ്യത്തില് എത്തിച്ചതിന് ശേഷം അതായത് ഒരു ശുഭബ്രഹ്മർഷി അതുപോലെ തന്നെ ആ പരീക്ഷിത് മഹാരാജാവിന് ഒരു സ്പർശനത്തിലൂടെ ആധ്യാത്മികത്തിന്റെ ഉന്നത മണ്ഡലത്തിലേക്ക് ആ നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിച്ചെങ്കിൽ ആ ഒരു സ്പർശനത്തിലൂടെ അങ്ങനെ എത്തിച്ചുവിടാൻ പറ്റുന്ന മഹാത്മാക്കൾ എക്കാലത്തും നമ്മുടെ ഈ പുണ്യഭൂമിയിൽ ഉണ്ടായിരുന്നു. അതില് എണ്ണാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏറ്റവും ഉപരിയായിരിക്കുന്ന മഹാത്മാവാണ് ആര്യ വിശുദ്ധാനന്ദ സ്വാമി. ഒറ്റ സ്പർശനത്തിലൂടെയാണ് തിരുവുമാനന്ദ സ്വാമിയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ചെറിയ ഉദാഹരണം ഞാൻ ആരോട് പറയില്ലാത്ത രഹസ്യമാണ്. എന്തോ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. അതായത് ഈ വിശുദ്ധാനന്ദ സ്വാമിയുടെ വേറൊരു ശിഷ്യനാണ് അമൃതാനന്ദ സ്വാമി. ഒരുപക്ഷെ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും. ഈ വിശുദ്ധാനന്ദ സ്വാമിയെ വരച്ചു വെച്ചാൽ ഏത് രീതിയിലാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് പുറമെ ഉള്ള രൂപം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് എനിക്ക് സന്യാസം തരാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ചൊരു ഭൗതികമായ ഒരു ആധ്യാത്മിക നോളജ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പ്രകടിപ്പിച്ചൊന്നും അറിയത്തില്ല. എന്നാലും അദ്ദേഹം വളരെ സാധുവാണ്. വിശുദ്ധാനന്ദ സ്വാമിയെ ഒരുപാട് കാലം നോക്കിയിരുന്ന ഇദ്ദേഹമാണ്. ഇത് സർവീസ് ചെയ്യാനായിട്ട് മുണ്ടെടുത്തുകൊണ്ട് കൊടുക്കുക, ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുക, അദ്ദേഹത്തിന് മുറി പ്രവേശിക്കാനുള്ള അവകാശം ഈ അമൃതാനന്ദ സ്വാമിക്ക് മാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം കൊച്ചായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമിയുടെ രൂപം വിശുദ്ധാനന്ദ സ്വാമിയുടെ രൂപം പോലെ അന്വേഷിക്കും, ഒരു വ്യത്യാസം എങ്ങനെ സംഭവിച്ചു? അപ്പൊ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, ഇവിടെ വന്നു എന്നോട് ചോദിക്കണ്ട. അപ്പൊ സ്വാമി എങ്ങനെ ഓടിച്ചു. അപ്പൊ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് ഒപ്പം കൂടി. അപ്പൊ പറഞ്ഞു, ഒരു ദിവസം ഞാൻ വസ്ത്രം കൊണ്ടുവയ്ക്കുന്ന ഞാനാണ്. സ്വാമി എല്ലാ ദിവസവും പൂജ കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരും വിശുദ്ധാനന്ദ സ്വാമി അടുത്ത്. വിശുദ്ധാനന്ദ സ്വാമി അപ്പൊ ഇദ്ദേഹം ഏറ്റു വരുന്ന സമയത്ത് സൂര്യന് ഉദിച്ചു വരുന്നേക്കാൾ ഉപരിയായിരിക്കുന്ന പ്രകാശം. അപ്പനുണ്ടല്ലോ എല്ലാ ദിവസവും തോന്നും സ്വാമി ഒന്ന് തൊടണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അടുത്തെടുക്കാനായിട്ട് സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ സ്വാമി നിന്നിട്ട് ധ്യാനിക്കാണ്, കണ്ണൊക്കെ അടഞ്ഞിരിക്കുന്നു. അപ്പൊ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അടുത്തിരുന്നു. വലിയ ചെന്ന് സ്വാമി ഒന്ന് സ്പർശിച്ചു ഉടനെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കരണ്ടടിച്ച് ഞാനിങ്ങനെ വരച്ച സമയത്ത് സ്വാമി കണ്ണു എന്നടാ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ച സമയത്ത് എന്താണെങ്കിലും ആ ഒരു സ്ഫുരണം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടോ, അതായത് രൂപം പോലും അതേപടിയായിട്ട് തോന്നും. അത്രയും ഉപരിയായിരിക്കുന്ന വൈഭവം ഉണ്ടായിരുന്ന ആളാണ് ആര്? വിശുദ്ധാനന്ദ സ്വാമി. ആ വിശുദ്ധാനന്ദ സ്വാമി ഇപ്പൊ ഈ സംഭവം ഉണ്ടാകാനുള്ള കാരണം ഇത് ഞാൻ പറയാം. അതിനുശേഷം വീണ്ടും രാമകൃഷ്ണ മിഷനിലേക്ക് ഈ ആശ്രമങ്ങളെല്ലാം വിട്ടുകൊടുത്തു. മിഷനിലെ ഉൾപ്പെടാതെ നിർമ്മലാനന്ദ സ്വാമിയുടെ ഒരു പ്രത്യേക പരമ്പര കുറച്ച് ആളുകൾ ഈ മിഷനിൽ ഉൾപ്പെടാതെ മാറി നിന്നിരുന്നു. ആ മാറി നിന്നിരുന്ന കുറെ ആളുകൾ, ഞങ്ങൾ ഉൾപ്പെടുന്ന കുറെ ആളുകൾ മിഷനിൽ ഉൾപ്പെടാതെ നിന്നിരുന്നു. ഇപ്പോഴല്ലോ ആ ഒറ്റപ്പാല ആശ്രമം ആയിരുന്നു ഈ മിഷനിൽ ഉൾപ്പെടാതെ ഏറ്റവും കൂടുതൽ നിർമ്മലാനന്ദ സ്വാമിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിർമ്മിച്ചത്. മാത്രമല്ല വിശുദ്ധാനന്ദ സ്വാമിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നത് ആദ്യമായിട്ട് നമ്മളെ വിശുദ്ധാനന്ദ സ്വാമിയാണ്. നിർമ്മലാനന്ദ സ്വാമി പ്രേരിപ്പിച്ചിട്ട് വിശുദ്ധാനന്ദ സ്വാമിയാണ് സ്ത്രീകൾക്ക് കേരളത്തില് ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആദ്യമായിട്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ അറിയേണ്ട സംഭവമാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി ആധ്യാത്മിക കേന്ദ്രം ശാരദാമഠം സ്ഥാപിച്ചത് വിശുദ്ധാനന്ദ സ്വാമി. അപ്പൊ അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വരുന്നുണ്ട്. വീണ്ടും നോക്കൂ, അത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക പ്രവർത്തനം അതായത് ഹോമിയോ ക്ലിനിക്ക് സാധുക്കൾക്ക് വേണ്ടി ആ കോളറ പിടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സ്വാമി ഒരുപാട് സർവീസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് തുടങ്ങി, സാധുക്കൾക്ക് വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധാനന്ദ സ്വാമി ചെയ്തിട്ടുണ്ട്. ആ വിശുദ്ധാനന്ദ സ്വാമി ഞാൻ പറഞ്ഞല്ലോ, അതായത് ആകാശത്തിലെ സൂര്യന്റെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഈശ്വരൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഈശ്വരനിൽ തന്നെ കഴിഞ്ഞിരുന്ന മഹാത്മാവാണ് ആര്? വിശുദ്ധാനന്ദ സ്വാമി. അതായത് നിഷ്ഠിജനന്മാര്, നൈതിക ബ്രഹ്മചാരികള്, സമദർശനന്മാര്, ശാന്തന്മാര്, നിസ്സംഗന്മാര്, കാരുണ്യാത്മാക്കള്, അങ്ങനെയുള്ള ആളുകളുടെ പട്ടികയിൽ അവരാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു. അവരുടെ പുറകെയാണ് ആര് നടക്കുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന നമ്മുടെ ആറന്മുള ഭഗവാനെ കൊണ്ടല്ലോ അവരുടെ പാദധൂളി ശിരസിൽ അണിയുന്ന ആളാണ് അത് ഭഗവാൻ പറയുന്നു. അങ്ങനെയുള്ള മഹാത്മാക്കളെ പാദധൂളി ശിരസിൽ അണിയുന്ന ആളാണ് ആര്? അവരാണ് എന്റെ വൈഭവം. അങ്ങനെയുള്ള മഹാത്മാവ് നിഷ്ഠിജനന്മാര് എന്ന് വെച്ചാല് ഒരിക്കലും ഈശ്വരപാഠത്തിൽ അപേക്ഷ സമർപ്പിക്കാത്ത ആളുകള്, നൈതിക ബ്രഹ്മചാരികള്, അതായത് വിവാഹം കഴിക്കാതെ അധ്യാത്മത്തിന്റെ ഉന്നത മണ്ഡലത്തിലുള്ള സുഖം അനുഭവിക്കണമെന്ന് വിചാരിച്ച് ഈശ്വര കാര്യങ്ങൾ കൃത്യം അനുഷ്ഠിച്ച് ആചരിച്ച് കഴിയുന്ന മഹാത്മാക്കള്, അങ്ങനെ വരുന്ന അതുപോലെ തന്നെ നൈതിക ബ്രഹ്മചാരി സമദർശനന്മാര്, ഭേദബുദ്ധിയില്ലാതെ എല്ലാത്തിനും ഒരേ ഭാവത്തിൽ കാണുന്ന ആളുകള്, അങ്ങനെയുള്ള മഹാത്മാക്കളിൽ പെടുന്ന അവരുടെ പുറകെ നടക്കുന്നു ആര്? ഭഗവാൻ. അങ്ങനെയുള്ള മഹാത്മാവാണ് ആര്യ വിശുദ്ധാനന്ദ സ്വാമി. ആ സ്വാമിജി ആദ്യ 40 വർഷത്തെ തപസ്സിനിടയ്ക്ക് പോയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം മറ്റകര ശ്രീരാമകൃഷ്ണ ആശ്രമമാണ്. അതായത് എന്റെ ഗുരുനാഥന്
ആശ്രമം സ്ഥാപിച്ചതിന് ശേഷം സ്വാമിജിയോട് പറഞ്ഞു അവിടെ വന്നൊന്ന് പ്രതിഷ്ഠ നടത്തി തരണം. അപ്പൊ പറഞ്ഞു ഞാൻ ഈ ജന്മത്തിൽ എങ്ങും പോകത്തില്ല, അതെന്റെ എന്റെ നിശ്ചയമാണ്, അതുകൊണ്ട് നിങ്ങൾ നടത്തിക്കോളൂ. പറഞ്ഞിട്ടുണ്ട് അന്ന് സ്വാമി ആശ്രമത്തിൽ വന്നിരുന്ന് ധ്യാനിച്ച സമയത്ത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ദർശനം കൊടുത്തു. അത്യാവശ്യം പോകണം, നിർമ്മാണത്തിന്റെ അടുത്ത് മറ്റക്കരയ്ക്ക് പോകണം എന്ന് പറഞ്ഞ് ദർശനം കൊടുത്ത സമയത്ത് സ്വാമി വരാൻ തയ്യാറായി. വരുന്ന സമയത്ത് പറഞ്ഞു ഒരു നാരങ്ങാവളത്തിന്റെ പകുതി അല്ലെങ്കിൽ ഒരു ദോശയുടെ പകുതി ഇത്ര എനിക്ക് വേണ്ടി കരുതാവൂ. എന്നിട്ട് സ്വാമി പറയാണ് ഈ ആശ്രമത്തിൽ കയറി ഒരു പ്രാർത്ഥനയിടം മാറ്റി വെക്കുന്ന ആളെ അതായത് സംസാര സാഗരത്തിന് അപ്പുറത്ത് കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു, അയാൾ നിശ്ചിതാനന്ദ. സ്വാമിജിയുടെ അവസാനം അതായത് 64 മുതൽ ഉള്ള കാലഘട്ടത്തിൽ സ്വാമി ഒരു പ്രത്യേക ഭാവത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണദേവന്റെ ശേഷം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തപസ് ചെയ്തിരിക്കുന്ന മഹാത്മാവ് ഉണ്ടെങ്കിൽ, ആധ്യാത്മിക അനുഭൂതിയുടെ ഏറ്റവും ഉന്നത മണ്ഡലത്തിൽ എത്തിയിരിക്കുന്ന ഒരു മഹാത്മാവ് ഉണ്ടെങ്കിൽ അതാരാണ്? അത് വിശദാനന്ദ സ്വാമി. നമുക്ക് അഭിമാനിക്കാം. അതായത് ഈ ആധ്യാത്മിക പൈതൃക യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിന്റെ ആധ്യാത്മിക പൈതൃകമാണ്. ആ പൈതൃകം എടുത്തു കാണിക്കാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മഹാത്മാവ് ഈ ദേശത്തുണ്ടായ അതുകൊണ്ട് ഈ ദേശത്തിനും ഈ ദേശത്തുള്ള മുഴുവനും സജ്ജനങ്ങൾക്കും ഈ ദേശത്തിനുള്ള മുഴുവനും ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുനാഥന്റെയും അതുപോലെ തന്നെ വിശദാനന്ദ സ്വാമിയുടെയും പാദവത്വങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. നമസ്കാരം.